ബോർഡ് എക്സാം പ്രമാണിച്ച് മക്കൾക്ക് അവധിയായതുകൊണ്ട് നേരം പരപര വളർന്നതിന് ശേഷം കുളിച്ച് സുന്ദരിയായിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ളത്. എത്തിയ പാടെ തന്നെ എത്തി നോക്കിയത് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് പുളിച്ചിട്ടുണ്ടോ എന്നതാണ്. ഇഡ്ഡലി ആഴ്ചയിൽ ഒരിക്കൽ അത് നമുക്ക് മസ്റ്റാണ്. ഇനി സാമ്പാർ, അതിനുള്ള കഷ്ണങ്ങൾ തലേനെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിലേക്കാക്കി നമുക്ക് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ കഴുകിയാണ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് കുക്കറിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം നമുക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പരിപ്പും ഒക്കെ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് നമുക്കതിനെ അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ ഐറ്റം ഇഡലി ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള അപ്പച്ചമ്പ് നമ്മളടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല പാട്ടൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത്. നല്ല അടിപൊളി വൈബാണ്, രാവിലെ ഭക്തിഗാനമാണ്. അങ്ങനെ നമ്മുടെ ഇഡലി തട്ടിലേക്ക് നമ്മൾ മാവൊഴിച്ചു, അപ്പച്ചമ്പിലേക്ക് ആവി കയറ്റാനായിട്ട് വെച്ചു. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നിന്ന് ഞാനും വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ശേഷനും പത്മനാഭേണ മതിനായി കൈകൾ കൂപ്പും. രാവിലെ കിച്ചണിൽ കയറുമ്പം ഇതുപോലെ പാട്ടൊക്കെ കേട്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര വൈബുള്ള പരിപാടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുമ്പം നമ്മൾ സമയം പോകുന്നത് നമ്മൾ അറിയാറില്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ പണികൾ ഓരോന്നായിട്ട് ഞാൻ തീർക്കുന്നുമുണ്ട്. ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 നേരത്തിന് 4 നേരം എൻ്റെ മക്കൾ ഇഡലി തന്നെയായിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു 3 തട്ട് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാക്കിയിരിക്കും കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ സാമ്പാറും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കലത്തിലെ മാവ് ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനൊരു പാത്രത്തിലേക്ക് ആക്കി അതിനെ അങ്ങോട്ട് കഴുകാനായിട്ട് വെച്ചിട്ട് നമ്മുടെ മാവെടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിനിടയ്ക്ക് പാല് തിളച്ചു വന്നു, ചായ വെച്ചു. ഇനി അടുത്ത കലപരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള അരി അങ്ങോട്ട് അടുപ്പത്തിടണം. ഇന്നത്തെ പണി എനിക്ക് നല്ല എളുപ്പമുള്ള പരിപാടികളായിരുന്നു കേട്ടോ. ഇഡലിയും സാമ്പാറും ആണെങ്കിൽ ഉച്ചയ്ക്ക് സാമ്പാറാണ്, പിന്നെ ഒരു മുട്ടയും പൊരിച്ചാൽ മതി. ഇതിനിടയ്ക്ക് വേസ്റ്റ് കളയാനുള്ളത് കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നു. ആ പാത്രം എല്ലാം കഴുകിയെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിന് അടുത്തടുത്ത് വീടുകളുള്ളത് കൊണ്ട് ഒന്ന് മുറ്റത്തിറങ്ങിയാൽ നമുക്ക് മിണ്ടി പറയാൻ ആളുകളുണ്ട്. അതുകൊണ്ട് സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഇനി എനിക്ക് പാപ്പം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അല്പം ഇഡലിയും സാമ്പാറും എടുത്ത് ഞാനും കഴിക്കാനിരുന്നു. ബൈ.